സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുവാൻ പോകുന്ന മണ്ഡലങ്ങൾ ചിറയിൻകീഴ്, നെടുമങ്ങാട്. നമുക്ക് ആദ്യമായി തന്നെ ചിറയിൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി മനോജ് ബി എടമന, UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, NDA സ്ഥാനാർത്ഥി BS അനൂപ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വളരെ അനുകൂലമായി നിന്ന ഒരു മണ്ഡലമാണ് ചിറയിൻകീഴ്. ഏകദേശം 43% വോട്ട് വീതം നേടി വി ശശി അന്ന് ഇവിടെ നിന്ന് ജയിച്ചു. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ ചിറയിൻകീഴിലെ വോട്ടർമാർ ഓരോ പാർട്ടികളെയും എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും LDFനാണ് 1ാം സ്ഥാനം വോട്ടർമാർ കൊടുക്കുന്നത്, 2ാം സ്ഥാനം UDFന്. വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃത്വപാഠവും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ 3 ഘടകങ്ങളിലും UDF ആണ് 1ാം സ്ഥാനത്ത്, LDF 2ാം സ്ഥാനത്തും. ഓരോ സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും സെമിയോട്ടിക്ക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമഗ്രമായി അപഗ്രഥിച്ചുകൊണ്ട് ചിറയിൻകീഴ് മണ്ഡലം ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സെമിയോട്ടിക്ക AI ഇവിടെ പ്രവചിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായ മനോജ് ബി എടമണ്ണയ്ക്ക് നേരിയ ഒരു ഭൂരിപക്ഷം 36.94% വോട്ട് വിഹിതത്തിന്റെ ഭൂരിപക്ഷമാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥി തൊട്ടു പിന്നിൽ 36.2% വോട്ട് വിഹിതം, NDA സ്ഥാനാർത്ഥിക്ക് 27% വോട്ട് വിഹിതം. ഇനി നമുക്ക് നെടുമങ്ങാട് മണ്ഡലത്തിലേക്ക് പോകാം. അവിടെ LDF സ്ഥാനാർത്ഥി GR അനിൽ, UDF സ്ഥാനാർത്ഥി മീനാൻകൽ കുമാർ, NDA സ്ഥാനാർത്ഥി യുവരാജ് ഗോകുൽ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് നിന്ന് GR അനിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി LDFന് നേടിയെടുത്തു കൊടുത്ത മണ്ഡലമാണ് നെടുമങ്ങാട്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ നെടുമങ്ങാട് വോട്ടേഴ്സ് എങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളെയും അല്ലെങ്കിൽ അവരുടെ മുന്നണികളെയും വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും LDF 1ാം സ്ഥാനത്താണ്, UDF 2ാം സ്ഥാനത്ത്. എന്നാൽ വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാഠവും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ 3 ഘടകങ്ങളിലും UDF ആണ് 1ാം സ്ഥാനത്ത്, LDF 2ാം സ്ഥാനത്ത്. വോട്ടർമാരെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും വ്യക്തമായി അപഗ്രഥിച്ചുകൊണ്ട് സെമിയോട്ടിക്ക AI നമുക്ക് വേണ്ടി പ്രവചിക്കുകയാണ്. നമുക്ക് നോക്കാം ആരാണ് 2026 നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കുവാൻ സാധ്യതയുള്ളത്. സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത് അഡ്വക്കേറ്റ് GR അനിൽ 44.25% വോട്ട് വീതം നേടി ഇവിടെ നിന്ന് ജയിക്കുമെന്നതാണ് പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് 34.21%, NDA സ്ഥാനാർത്ഥിക്ക് 21.54% സെമിയോട്ടിക്ക AI പ്രവചിക്കുകയാണ്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടിയിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.